ഹായ്, എല്ലാവർക്കും ഉമാസുദ്ദീൻ ഫാമിലിയുടെ വിഷു ആശംസകൾ. ഇന്ന് വിഷുവാണ്. അപ്പോൾ അതേ നമ്മൾ എല്ലാവരും കൃഷ്ണകോവിൽ പോകാനായിട്ട് ഇറങ്ങിയേക്കാണ്. കൃഷ്ണകോവിൽ ഒന്ന് ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ട് പോകാനായിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മൾ അമ്പലമുക്കിൽ പോകും, പറ്റിയിട്ടില്ല, തൊഴാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നേരെ വന്ന് ചൂഴമ്പാലയും കൃഷ്ണ ഭഗവാനുണ്ട്, കാണും. ഇന്ന് നമുക്ക് ഷോബൂസിനെ കാണാം. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കുവാണ്. കൈനീട്ടം എന്താണെന്ന് ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല. അമ്മ എന്നോട് ചോദിച്ചു, പെണ്ണേ നീ എനിക്ക് എന്ത് തരും? കഴിഞ്ഞ വർഷമൊക്കെ പൈസയെ കൊടുക്കാൻ, അത് ഇച്ചിരി ആ പൈസ കൊടുത്തത് ബുദ്ധിമുട്ടായ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്രാവശ്യം പൈസയൊന്നുമില്ല, മാറ്റി പിടിച്ച്. അമ്മയെ കാണണ്ടേ? കണി കാണണില്ലേ അമ്മ? ബാ, കാര്യം പിടിക്കാതാ. കണി കാണണ്ടേ? വാ വാ, കേറ് തൊഴ്. അമ്മ കേറ് തൊഴ്. പിന്നെ എങ്കിൽ പിന്നെ തൊഴു. പിന്നെ തൊഴു. ഇതോണ്ടാ കണ്ട കൃഷ്ണനെ കണ്ട. അപ്പൊ നമ്മുടെ വിഷു നമ്മളത് എങ്ങനെ കളർഫുൾ ആക്കി ഇന്ന് ആഘോഷിക്കുകയാണ്. ഇനി നേരെ അമ്പലത്തിലോട്ട്. ഇത് രശ്മി ചേച്ചി വന്നപ്പോ കൊടുത്തതാണേ. വിഷുവിന് തന്നെ ഉടുക്കണമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിഷുവിന് തന്നെ ഉടുപ്പിച്ചേക്കാണ്. കണ്ടോ സാരി? കണ്ടോ? കൊള്ളാവോ? ഇനി അടുത്ത ചടങ്ങ് കൈനീട്ടം കൊടുക്കുന്നത്. പിള്ളേർക്കും കെട്ടിയവനൊക്കെ കൈനീട്ടം കൊടുത്ത് ഇനി അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കട്ടെ. ഇവിടെ തന്നെ നിക്കണേ, പോവല്ലേ. അപ്പൊ ഇതാണ് ഷോബൂസിന് ഞാൻ കൊടുക്കുന്ന കൈനീട്ടം. കൃഷ്ണ നേരത്തെ നമ്മള് 1 രൂപയാണ് കുഞ്ഞുങ്ങൾക്കും ചേട്ടനും കൊടുത്തത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതേ ഇത് തന്നെ അമ്മയ്ക്കും കൊടുക്കുവാണേ. കൂടുതൽ കൊടുത്താൽ ശരിയാവത്തില്ല, ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാ. ഇത്തിരി ഉടുപ്പ്, പുതിയ ഉടുപ്പ് വാങ്ങിച്ചത്. വിഷു കൈനീട്ടം. ഇതാണ് വിഷു കൈനീട്ടം. തച്ച് ഇതാണ് വിഷു കൈനീട്ടം. എന്തരമ്മ? പാവാടയുണ്ട്. ഇതാ കണ്ട, ഇത്രയും പാവാടയുണ്ട്, ഇത്രയും നൈറ്റി ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ വിഷു കൈനീട്ടം. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? എവിടെ കൊണ്ടുപോണ? ശരി. ഇത് കുളിച്ചിട്ട് ഇത് ഉടുക്കണേ. ആരമ്മ? ഏവര്? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പോയാണി അങ്ങോട്ടിനി. എനിക്ക് അറിഞ്ഞൂടാ. അവരൊക്കെ ഗൾഫിൽ പോയി, UK പോയി. ഒന്ന് പോയാണി. അവരങ്ങനെ വേറെ രാജ്യത്ത് പോയി. ബുധനാഴ്ചന്ന് വരെയൊന്നുമില്ല. നിങ്ങൾക്കുള്ള സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് ബുധനാഴ്ച വരാന്ന്. എന്ത് ചെയ്യാൻ പോണ? അന്തരം മാറ്റി വെച്ച് എന്തിനമ്മ? കണിക്കൊന്നയാ? എത്ര പാവാട ഉണ്ടെന്നൊന്നും നോക്കണില്ലേ? ഒന്ന്, രണ്ട്, മൂന്ന് പാവാട. നൈറ്റ് എത്ര എണ്ണം? മൂന്നെണ്ണമാണ്. ഒന്നും കൂടെ എണ്ണയാണ്. ഒന്ന്, രണ്ട്, നാല് നൈറ്റ് ഉണ്ടാ? ശരി, ബാ. അലമാരി വെക്കണില്ലേ? ഫോട്ടോ ഒക്കെ എടുക്കാൻ വാ. എല്ലാരും എങ്ങനെ വേണ്ട, എല്ലാരും അമ്പലത്തിലേക്ക് റെഡിയായി നിൽക്കാണ്. നമ്മുടെ വിഷു. കേറ്. കൃഷ്ണൻ കോവില്. ഓ,
ചൂഴമ്പാല കൃഷ്ണൻകോവിലിൽ പോയിട്ടുണ്ടോ അമ്മ? ഇന്ന് പോവാ, ഇപ്പൊ പോവാ കേട്ടാ. നമുക്കേ അമ്പലമുക്കിൽ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾക്കും എനിക്കും ചിലപ്പോ കയറാൻ പറ്റും, നിങ്ങളെ പിള്ളേർക്ക് കയറാൻ പറ്റും, പക്ഷേ നിങ്ങളെ മോന് കയറാൻ പറ്റൂല. ആണ് നമുക്ക് ചൂഴമ്പാല പോവാം, എന്നിട്ട് കൃഷ്ണൻകോവിൽ അമ്പലമുക്കിൽ വൈകുന്നേരം പോവാം കേട്ടാ. അപ്പൊ ഇപ്പൊ എവിടെ പോവും? ഇപ്പൊ എവിടെ പോവും? അയ്യോ എല്ലാം പോയാ. ചൂഴമ്പാല പോണ്. ഓ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ചൂഴമ്പാല കൃഷ്ണൻകോവിലിൽ പോണെന്ന്. വൈകുന്നേരം അമ്പലമുക്കില്. ഓ വിളിച്ചും കൊണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് കൃഷ്ണകോവിലോട്ട് പോവാണ്. അമ്പലമുക്കിൽ പോവാനായിരുന്നു പ്ലാനിങ്, പക്ഷെ അമ്പലമുക്ക് നല്ല തിരക്കായിരിക്കും, ക്യൂ ഉണ്ടാവും ഒരുപാട്. അപ്പൊ നന്ദപ്പൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ക്യൂ നിന്നിട്ട് വരുമ്പോഴത്തേക്ക് അവന്റെ ആശുപത്രി പോക്ക് മുടങ്ങും. അതുകൊണ്ട് നമ്മള് ചൂഴമ്പാല കൃഷ്ണൻകോവിലും അയ്യപ്പൻ കോവിലുമായിട്ട് ചേർന്നുണ്ട്. അപ്പൊ അവിടെ കൃഷ്ണൻകോവിലിൽ പോവാണ്. എന്നിട്ട് വൈകുന്നേരം അമ്പലമുക്കിൽ ഉത്സവം നടക്കണം. അപ്പൊ അതുകൊണ്ട് അമ്പലമുക്കിൽ പോകണം. വൈകുന്നേരം അമ്പലമുക്കിൽ പോകും. അപ്പോ ഞങ്ങളുടെ വിഷു സമ്മാനങ്ങളൊക്കെ കണ്ടല്ലോ, വലിയ വലിയ തുകകളായിരിക്കും ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈനീട്ടം കൊടുക്കുക. അപ്പൊ ചിലപ്പോ ആരെങ്കിലും ചോദിക്കുമായിരിക്കും 1 രൂപ കൊടുക്കാനുള്ള ഇതേ ഉള്ളൂ എന്നൊക്കെ. അങ്ങനെയല്ല, നമ്മള് തുക കൊടുക്കണം എന്ന ഇത്രയും വലിയ എമൗണ്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല, കൈനീട്ടം കൊടുക്കണം, അത്രേ ഉള്ളൂ. അത് തുട്ടായാൽ അത്രയും നല്ലതെന്നാ പറഞ്ഞത്. നമ്മള് അമ്പലത്തിൽ പോയാൽ ശ്രദ്ധിച്ചിട്ടില്ല, അവിടെയൊക്കെ 1 രൂപ തുട്ട് വീതമാണ് നമുക്ക് കൈനീട്ടം തരുന്നത്. സോ അതുകൊണ്ട് നമ്മള് ചെറിയ 1 രൂപ തുട്ട് തന്നെയാണ് എല്ലാവർക്കും കൈനീട്ടം കൊടുത്തത്. അത് മതി, നമ്മുടെ മനസ്സ് നിറഞ്ഞ കൈനീട്ടം, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് വലിയ സമ്മാനം തന്നെയാണ് കൊടുത്തത്, കൈനീട്ടം. കുറെ ദിവസമായിട്ട് ഉള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു. ആരമ്മ? ഏതമ്മ? അമ്മ വരുന്നവരോടൊക്കെ ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച വരാൻ പറയാം. ഈ ദിവസം ആരും വരൂല. അത് അമ്മ നിങ്ങളല്ലേ പറഞ്ഞത്, അവര് പറഞ്ഞു. ഇപ്പൊ ഞാൻ പാവാട തന്നാ? എത്ര പാവാട തന്ന്? 3 പാവാട. ആ ഇനി എത്ര നൈറ്റ് തന്ന്? 4 നൈറ്റ്. ആ നൈറ്റിയും പാവാട ഇടണോ ഇനി? കൊന്നാലും മറക്കൂല. കുളിച്ചോണ്ടിട്ടാ മതി, ഞാൻ തയ്ച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ, എല്ലാം തയ്ച്ചിട്ടുണ്ട്. സൂക്ഷിക്കണം കേട്ടാ തുണി. അലമാരിക്കകത്ത് വച്ചിരിക്കാനല്ല പറഞ്ഞത്, ഇടാനാണ്. സൂക്ഷിച്ച് അലമാരി വെക്കാനല്ല പറഞ്ഞ, ഇടണോന്നാണ് പറഞ്ഞ കേട്ടാ. ആ ഇടണം. ഇടടാ. എന്തോന്ന് ചെയ്യണ കുഞ്ഞ അവിടെ? ആ ഇടണേ കുഞ്ഞേ. ഇതേത് ഫോണ്? അച്ഛന്റെ ഫോണ്. അപ്പൊ അതെ നമ്മൾ അമ്പലത്തിലെത്തി, പെട്ടെന്ന് എത്തിയേട്ടാ, വളരെ അടുത്താ നമുക്ക്. അതെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട അങ്ങോട്ടായിട്ടേ, അല്ലാണ്ട് ഇവിടെ ഈ മതിലിന്റെ ഈ ഭാഗത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്ത്. ആ ഇവിടെ ഇവിടെ തൊഴുതോ? തൊഴുത്. ആര് അറിയാന്ന് പറഞ്ഞാൽ അവരുടെ വരണില്ലെന്ന് ചോദിക്കും. മൈനി ആരാ? കാണുമായിരുന്നല്ലേ. ശരി. അവില് 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 കിച്ചൻ കോവിലൊക്കെ പോയി ആ പെണ്ണന്തരൊക്കെ വാങ്ങിച്ച് ഞാൻ പുതിയ നെറ്റെടുത്തിട്ട് ഭാര്യ മാറ്റിട്ട് വരാം. പുതിയ നെറ്റെടുത്തെടുത്ത് പുതിയ നെറ്റ് കൊടുക്കാം.
ഈ ഭാര്യയൊക്കെ മാറ്റിയിട്ട് എന്റെ പൊടിയ നറ്റിയായിട്ട് കൂട്ടിയിട്ട് പെണ്ടെ ആഹാരമൊക്കെ വാങ്ങിച്ചാക്കിയിട്ട് പെണ്ണെ നീ വിഷുവാച്ച എന്തരീനാ ഒരു സാധനം ഉണ്ടാക്കണം, ഒരു പണ്ടം ഉണ്ടാക്കണം, പണ്ടം. എന്തരീനാ ഒരു പണ്ടം ഉണ്ടാക്കണം, പണ്ടം. പണ്ടാ പണ്ടം നിനക്കെന്തരി പണ്ടം ഉണ്ടാക്കണമെന്ന്. നീ കളിക്കാൻ പോണാ ഒരു പണ്ടം, നീ കളിക്കാൻ പോണാ ഒരു പണ്ടം ഉണ്ടാക്കണം. പോടാ അമ്മ എനിക്ക് എന്തിനാണ് മനസ്സിലായത്? എന്തര്? ഫ്രൂട്ട് സലാഡ്. ഞാൻ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പോണമ്മ. ഏ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പോണ്. പോണേ എന്തുണ്ടാക്കാൻ പോണ്? പൂത്താലിയ എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. പൂത്താലി. പൂത്താലി അല്ല, പിന്നെ ഫ്രൂട്ട് സാലഡ്. പൂത്തും ചായ ഫ്രൂട്ടുണ്ടാക്കാൻ ഒരു പോവാൻ മതി. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലേ? ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഇരിക്കേ. എനിക്കറിഞ്ഞൂടാ ഈ പൂത്തും ചാക്കോലും ഒന്നും. അമ്മ അമ്മ എന്ത് കേട്ടാ? കൂട്ടും താക്കോലും ഒന്നും അല്ലമ്മ. ഞാൻ കേട്ട പിന്നെ ശരി പുട്ടും ചായയും. പുട്ടും ചായയും. എനിക്കറിഞ്ഞൂടാ. അത് കള, അതാ പിള്ളേര് തിന്നത്. എവിടെ കളയും? കണ്ണിമത്തം വേണോ? ഞാൻ തീ കൊണ്ടിടാം. കണ്ണിമത്തം വേണോന്ന്. കഞ്ഞിമത്തോ? ഓ, കണ്ണിമത്തം വേണോ? കണ്ണിമത്തം വേണോ? കഞ്ഞിമത്തോ? അമ്മേ, കഞ്ഞിമത്ത വേണമെങ്കിൽ തിന്നും. അമ്മ തറയിലാക്കല്ലേ, ഭയങ്കര ഈച്ചയായിരിക്കും. നിങ്ങൾ ഉടുപ്പിൽ തന്നെ ആക്കിക്കോ, കുഴപ്പമില്ല. അമ്മ കഴിവുണ്ട്. അയ്യോ എനിക്ക് വയ്യേ പെണ്ണെ. ഇത് കണ്ടാ? ഇതെന്താണെന്ന് കണ്ടാ? എന്തെരിയാൻ പോണാ? ഇതാണ് ഫ്രൂട്ട് സാലഡ്. നിങ്ങളൊന്ന് ഫ്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. പുട്ടും ചായ. മീനൊന്നുമില്ല. മീനൊന്നും വേണ്ട, ഇതിൽ മീനൊന്നും ഇടൂല. ഇതിൽ പഴവർഗ്ഗങ്ങൾ മാത്രമേ ഇടുള്ളൂ. മീനിട്ടാ കൊള്ളൂല. മീനൊന്നുമില്ല ഫ്രൂട്ട് സാലഡില്. അയ്യോ, ശോഭനെ കൊണ്ട് ഞാൻ പൊറുതി കിട്ടിയേ. ശോഭനെ, ഈ വള്ളി ഞാൻ അടുത്ത് മേലെ ഇട്ടതല്ലേ? ഈ തലയെ കെട്ടിയിരിക്കണേനാ? ഞാൻ വേറെ കയറി അയ്യോ, ഇത് വലിയ ശല്യമല്ലേ ഇത് പണ്ടാരം. അത് എടുത്തില്ല. നിങ്ങൾ ഒരെണ്ണം ഞാൻ എടുത്ത് കളഞ്ഞാൽ നിങ്ങൾ വേറെ ഒരെണ്ണം അടുത്ത് കീറിക്കൊണ്ടുവരുമോ? അതെടുത്ത് തലകത്തി എന്തൊരു സ്വഭാവം. വയലേട്ടിരുന്നു ചാടത്തില്ല, ചോദിച്ചതുമില്ല. ഈ കളറുകൾ മാറ്റാൻ ഞാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിനും അറിയുന്നൊക്കെയാണ്. ഇതിനെ കളയണം. ഈ നീലയൊന്നും കെട്ടരുത്. നിങ്ങൾ ഇത് കാണുമ്പോ എനിക്ക് ചോട്ടാ മുംബൈ സിനിമ ഓർമ്മ വരും. ചോട്ടാ മുംബൈ സിനിമയില് ഒരു ലേഡി ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ കമ്പോല ഇങ്ങനെ തലയും കെട്ടി വെച്ചോണ്ടിരിക്കണ. എന്തരമ്മ നിങ്ങൾ എന്നോട്ട് കേട്ടത്? എന്താ ഒരു ഉത്തുപ്പൂല മുടിയിൽ നോക്കിയത്? എന്തിനമ്മ ഇത്? ഞാൻ ഒരു സാധനം തരാം. എന്തൊരു സാധനം? ഞാൻ ഒരു സാധനം തരാം. ഇത് മാറ്റി ഈ വള്ളിയൊന്നും എനിക്ക് കെട്ടരുത് കേട്ടാ, ഇത് മോശമാണ്. എന്തോ ഈ പറഞ്ഞത് നിങ്ങൾക്കേ. ഞാൻ ഒരു സാധനം തരാം, പിടിക്കടാ. തുണിയും കൂടാതെ പിടിക്കണ്ട അമ്മച്ചി. അങ്ങ് അറ്റം പറ്റി. അടുത്ത് എത്ര ഇറുക്കി പിടിക്കണേ നന്ദാ, ഇത്തിരി ആരോഗ്യത്തോടെ പിടിക്കണേ. ഇത് മുഴുവനും ഇപ്പൊ കൊടുക്കണ്ടല്ലേ? ഇങ്ങനെ കളിക്കുന്നത് മുഴുവനും വേണ്ട.
അങ്ങനെ എന്റെ കൈ വിടും. ഇതില്ല ഇല്ല അമ്മയുടെ തലയിൽ കെട്ടാൻ അളവിനുള്ളത് കേട്ടോ. അപ്പൊ പിടിച്ചാണ് മക്കളെ പിടിക്കണ്ടടി. അത് താഴെ പോയിട് പിടി. ഇതിന്റെ തലയെ കെട്ടാമോ? ഇനി ഇത് കെട്ടാൻ പറ്റുമോ? പഴയ 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 കട കൂടും. അമ്മ ഇത് നല്ല കറുപ്പമ്മ. അതാ നോക്ക. ഈ ഒരു തുണി പറന്നും പോയി. ഇത് നല്ല കറുത്ത കളർ. ഇത് മതി. ഇതാണ് കെട്ടേണ്ടത്. ആ ഇതാകുമ്പോ നിങ്ങളുടെ തലമുടിയുടെ കളറ് ആരും കണ്ടാ വൃത്തികേടായിട്ട് തോന്നത്തുമില്ല. ഇത് മതി. നല്ല കളറ്. ഇതാകുമ്പോ മുടിയുടെ കളറ്. ഇത് ആ കളറ് മതി. അമ്മ ഇത് കെട്ടമ്മ. അമ്മ പോണേ. അമ്മ ഇത് നീ പറയുന്നേന്ന് കേക്കാവൂല. കിട്ടൂല. കൂട്ടും താക്കൂലും തരൂല ഞാൻ. അമ്മ 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 അതവിടെ മാറ്റി വെച്ചിട്ട് വല്ലതും തിന്നാൻ. എന്തിന്? അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് ഫ്രൂട്ട് ആരെങ്കിലും അടിച്ചില്ല. സമയമായില്ല. അമ്മ എന്നാ പിടിച്ചാണ്. എന്നാ ഇത് പിടിച്ചാണ്. ഇങ്ങോട്ട് വന്നാണീ. കാണണവര് പറയും അയ്യോ പാവം അമ്മേടെ തലയെ പിടിച്ചിട്ടാ ഉടത്തേ എന്ന് പറയും. അയ്യോ അയ്യോ വേണ്ട. ഇല്ല ഇവിടെ നിങ്ങൾ നോക്കിയാണ് തലയില് വള്ളി ഉണ്ടെന്ന് അറിയാമോ നോക്കിയാണ്. ഇപ്പൊ കറക്റ്റ് ചോട്ടാ നോക്ക് കണ്ട. കൊള്ളൂലേ? കൊള്ളൂലേ? എന്നെ കൊള്ളാമോ? ഇത് ചെന്ന് കെട്ടണ കേട്ടോ കേട്ടോ. നിങ്ങൾ എങ്ങനെ ഇറക്കി കിട്ടിയത് എങ്ങനെ അഴിക്കും അമ്മ? അമ്മ ഇതിനെ എങ്ങനെ തിരിച്ചഴിക്കും? അത് ഞാൻ ഊരിയും ഊരിയിട്ട് അവക്കും. ഇത് ഈ കെട്ടിനെ അമ്മ നിങ്ങൾ ഇനി എങ്ങനെ ഊരിയിട്ട് ഇത്രയും സമയം എടുത്ത് നിങ്ങൾ കൊണ്ട് പല്ലുകൊണ്ട് കടിച്ച് ആവും. അതിനെക്കാട്ടി നല്ലത് നിങ്ങൾ മര്യാദക്ക് അഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കെട്ടിയാ പോരുന്നു. അയക്കാൻ പറ്റോ? തല കാണിച്ചു കൊടുക്കാൻ നിൽക്കാൻ നോക്കിയാണ്. പണ്ട് ഉണ്ടെന്ന് കണ്ട നോക്കിയാണ്. ഇത് മതിയല്ല ഇനി ഇതൊന്ന് സൂക്ഷിച്ച് വെക്കോ? വെക്കോ? പ്രോമിസ് പ്രോമിസ് പ്രോമിസ്. ഒന്നുകൂടെ അടി. പ്രോമിസ് പ്രോമിസ്. ഇതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് വെച്ചേ. അലമാരിക്കകത്ത് വന്നിരിക്കും തന്നെ. ഉടുപ്പില്ലാതിരിക്കണുണ്ടല്ലേ വീട്ടിൽ തരാം. അവിടെ ഇരുന്നു. ആ ശരി നീ പറഞ്ഞ ചിരിക്കൂല. പറ. ഹലോ ഗൈസ്. സൗണ്ട് മാത്രമുണ്ട്. വേഗം ഒന്ന് പാടാം. അല്ല ഉടുപ്പിടാത്തോണ്ട് അമ്മ അങ്ങോട്ട് അമ്മ ഉടുപ്പിട്ടിരുന്നെങ്കിൽ ആൾക്കാർ നോക്കുമ്പോ സൗണ്ട് മാത്രമുണ്ട്. ആള് ഇൻവിസിബിൾ. ഈ പ്രാവശ്യം പോയില്ലേ? കണ്ണിക്കൊന്ന് പോയില്ല. ഈ പ്രാവശ്യം പോയില്ല. കണിക്കൊന്നല്ലേ പ്രാവശ്യം തേച്ച്. നമുക്കിവിടെ ഒരു വലിയ മൂട് കണിക്കൊന്നുണ്ടേ. കഴിഞ്ഞ വട്ടമൊക്കെ നമ്മൾ ലൈവായിട്ട് അതിൽ നിന്നാണ് കണി കണ്ടത്. പക്ഷെ ഇപ്രാവശ്യം കണിക്കൊന്ന പണി തന്നു. എന്തുപറ്റിന്നറിയോ? മഴയത്ത് നല്ല ഇടയ്ക്ക് നല്ല വലിയ മഴ ഉണ്ടായിരുന്നില്ല. കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു കൊണ്ട ഒടിഞ്ഞു വീണേ. അപ്പൊ നമ്മളെന്ത് ചെയ്ത് പേടിച്ച് എല്ലാം കൊണ്ടേ വെട്ടി. അപ്പോഴത്തേക്കും ഇപ്പൊ തിളുക്കണതേ ഉള്ളൂ. അത് കൂട്ടില്ല. 2 പൂ നിന്ന് കാണിച്ചു തരാം. കണിക്കൊന്ന അറിയാം. ഈ മരത്തിൽ ഇതുവരെയ്ക്കും പോവാറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയോ? ഈ പ്രാവശ്യം പോയില്ല. ഈ പ്രാവശ്യം ഒന്നുമില്ല. ഇതുകൊണ്ട് പോന്നിക്കണി. അതിന്റെ ഇടയിൽ പോയിക്കണി. ഇത് നമ്മുടെ കണിക്കൊന്നയാണ്. കുടിഞ്ഞൊക്കെ ഇരിക്കുന്നു. ഭഗവാനെ അടുത്ത മഴയത്ത് വീണ്ടും വീടുണ്ട്. വേണ്ട വേണ്ട കുടിഞ്ഞൊക്കെ ഇരിക്കുന്നു. കുഴപ്പമില്ല. ചോകളായി പോയി. ഇതാണ് നമ്മളെ കണിക്കൊന്ന. കണിക്കൊന്ന പൂത്തില്ല. പറ്റിച്ചു. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പൂവിന് കുറെ കിടന്ന് കഷ്ടപ്പെടേണ്ടതാണ്.
അമ്മ എനിക്ക് ജോലിയുണ്ട്, ഞാൻ പിന്നെ വരാം കേട്ടാ. ഞാൻ ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വിളിക്കാമേ കേട്ടാ. ശരി. പിന്നെ എന്റെ അമ്മ കയറ്റി ഇവിടെ ഒന്ന് വിളിക്കണേ. ഞാൻ അങ്ങോട്ട് ചെല്ലാം. ഇനി വരണില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലാം. ചൂണ്ടാ വരണേ. ചൂണ്ട ഒരു പെണ്ണാപ്പറന്നാളും കൂടെ ഉണ്ട്. ഇനി രാജിയമ്മ ഇനി രാജി അമ്മ വന്ന് ഞാൻ കണ്ടു. കണ്ട് അതാര് കൂടെ ഉള്ളതാര്? കൂടെയുള്ള ആരെന്തോ എനിക്കറിഞ്ഞൂടാ. അപ്പൊ നമ്മള് അത് വീട്ടിന്റെ അടുത്തുള്ളതായിരിക്കും. അവരെ വീടിന്റെ അടുത്തുള്ളതായിരിക്കും. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി. അല്ലാതെ എനിക്കറിഞ്ഞൂടാ. അവരെ വീട്ടിന്റെ അടുത്തുള്ളതായിരിക്കും. ആ നിങ്ങൾ അറിയാമമ്മ? എന്നെ അറിയാമോ? എന്നെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒന്നുമില്ല കുടിച്ചേ. ശരിയെന്നല്ലേ, കൈനീട്ടൊന്നും എടുത്തു വെച്ചില്ല. മറന്നു തന്നെ. അങ്ങനെ ഉണ്ടോ? അമ്മ അവിടെ ഇരിക്കും. ചായ കെട്ടി കൊടുത്താണേ. ഇട്ട് കൊടുക്കാൻ പോണമ്മ. നീ ചായ കെട്ടി കൊടു. അവർക്ക് കൂടെ വന്നില്ല. അവർക്ക് വെള്ളം കൂടെ കൊടുക്കാം. അകത്ത് കയറൂല അമ്മ. അകത്ത് കയറാത്ത എന്തെന്ന് പറഞ്ഞൂടമ്മ. ആർത്തറിയില്ല. വീട്ടിൽ കയറിയ മോൻ എന്തോ ദോഷം വരുമെന്ന്. ഞാൻ മോന്റെ വീട്ടിൽ നിന്ന് കയറൂല. ഞാൻ കയറൂല. അടുക്കളക്കകത്തും മുറിക്കകത്തൊന്നും കയറൂല. ഒരിടത്തും കയറൂല. ഭക്ഷണം കഴിച്ച വീട് നമ്മളവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളു. അമ്മ അച്ഛനും ഒക്കെ മരിച്ച്. ചോറ് കഴിച്ച അപ്പൊ ഞാൻ ഉച്ചക്ക് ചോറില്ല. ഉച്ചക്ക് ഇടിയപ്പോ ഇഡലിയൊക്കെ തിന്നു. ഞാൻ ഇപ്പൊ ഇഡലി എടുത്തേളു. മൂരാകത്ത് 3 ഇഡലി എടുത്തു കൊടുത്തു. ഞാൻ ചോറില്ല. ഉച്ചക്ക് എന്റെ പേര് ശാന്ത. ആ ഞാൻ ചോറ് തിന്നൂല. അമ്മ അവരെ പേരെന്തെന്നോ എന്തിനെന്ന് പറഞ്ഞാ? എന്റെ പേര് അമ്മ പേരെന്താ? എന്റെ പേര് ശോഭന. അതറിയാം. എന്റെ പേര് ശോഭന. ശാന്ത. ശാന്ത. ഞങ്ങൾ അടുത്തടുത്തായിരുന്നു വീട്. അടുത്തടുത്തമ്മ നമ്മുടെ അവിടെ അങ്ങനത്തെ വീടില്ലേ, അവിടെയാണ്. കാണണമെന്നുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് കാണിക്കണേരി. അങ്ങനെ ഒരു ദിവസം കൊണ്ടുവരാൻ പറയാം കേട്ടാ. പോണാ മാമീനെ വീട്ടിൽ പോണാ. ഒരു ദിവസം വരൂലേ? ഒരു ദിവസം പോവായിരുന്ന ആളുണ്ടായിരുന്നെങ്കിൽ പോവായിരുന്നു. ഒരു ദിവസം പോവാന്ന് പറ. ഒരു ദിവസം പോവാ. വന്നാ മതിയേ. ശരി, ഇവിടെ വന്നിരിക്കും. മാമി അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഇവിടെ വന്നിരിക്കും. ചായ ഇട്ട് കൊടുക്കാം. എന്താ പറയണ? ചായ ഇട്ട് കൊടുക്കാൻ. ചായ അവരിക്കും കൊടുക്കാം. ഇരിക്ക അവിടെ. അമ്മായിക്കും കൊടുക്കാം. ചായയൊക്കെ ഇട്ട് കൊടുക്ക അവർക്ക്. പിന്നെ ചായയൊക്കെ ഇട്ട് കൊടുക്ക. കുടിച്ചാന്ന് ചോര് ചായ. ചായയൊക്കെ കുടിച്ചാ. ചായ കുടിച്ചന്ന്. നിങ്ങക്ക് കിട്ടിയില്ലേ അമ്മ? പപ്സ് കിട്ടിയില്ലേ? കിട്ടിയാ? നീ കുടി. ഇഷ്ടപ്പെട്ടാന്ന്?
അമ്മ മാമി പോണെന്ന്. അമ്മ പോണെന്ന്. എഴുന്നേക്കാൻ എഴുന്നേക്കന്നെ. ടി വി ഇട്ടിരിക്കുന്നത് ഓണാവും 10 മിനിറ്റ് എടുക്കും. അയ്യോ എനിക്ക് വയ്യേ. അങ്ങോട്ട് നിങ്ങില്ലമ്മ. പോണ വഴിയിൽ എവിടെയാണ് ഇവരൊക്കെ ആരെങ്കിലും വന്നിട്ട് അവര് കൂടെ വന്നാൽ മതി. ഇപ്പൊ കാണാം. ഇപ്പൊ പോണെന്ന് കേട്ടാ. ടാറ്റ. എന്ത് പറ്റി തന്നെ അവിടെ വീരുന്ന് ആ നൈറ്റി സാരി പോത്താൻ അവിടെ വീരുന്ന് കാല് അതിന്റെ അടിയിലെ എപ്പോ വീണത്? കാലത്ത് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങിപ്പേ കാലത്ത് അവരിപ്പോ വന്നത് അങ്ങോട്ട് കയറിപ്പേ ഇവരെ കൂടെ അങ്ങോട്ട് കയറിപ്പേ. തന്നെ. ഓ അപ്പൊ അവിടെ വരുന്നു കാലെന്തിനു പറ്റി എന്നിട്ട് ഇപ്പൊ വീണിട്ട്? അവര് അങ്ങോട്ട് കയറിപ്പോ എന്തിന് ഇവിടെ ഇരുന്ന പോലെയായിരുന്ന വീരുന്ന നിങ്ങൾ ഇനി അങ്ങോട്ട് കയറി പോണ്ട, അങ്ങോട്ടൊന്ന് കയറി പോണ്ട. ഈച്ച തുറന്നതില് എന്റെ കല്ലൊക്കെ തുറക്കല്ല, അതല്ലേ കാലും കൈയൊക്കെ വന്നിരിക്ക. നമ്മളെ പിടിച്ച് നിൽക്കൂ. വേണ്ടത്ത് മറ്റൊരു പയ്യാന്തി നിങ്ങള് വേണ്ടത്ത് പണിക്ക് പയ്യാന്തല്ലേ വീഴുന്നത്. നിങ്ങള് ഇവിടെ ഇരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അമ്മമ്മ വീണടാ. അവര് അങ്ങോട്ട് മറ്റോര് കൊണ്ടുപോയപ്പം ഇവരും കൂടെ പോയി. അപ്പം അവിടെ വരുന്നു ഇവിടെ. ആ പരിക്കൊന്നും പറ്റിയില്ല. അവരെ കൂടെ അങ്ങോട്ട് കയറിപ്പോയി. ഇവിടെ ഇരുന്ന പോലെ ആ മുറിക്കകത്ത് ഇരുന്ന പോലെ അവരുടെ കൂടെ പോയി. ആ അവരെ കൂടെ പോയി. ആ അമ്മാമ്മയെ കൊണ്ടാക്കാനായിട്ട് പോയപ്പം വെളിയിൽ ഇറങ്ങിയപ്പോ വീണത്. കൊണ്ടാക്കി തിരിച്ചു വന്ന ഞാൻ കണ്ടു തന്നെ. മറ്റേ തണ്ണിപ്പറമ്പ് ആ ക്ഷേത്രത്തിനകത്ത് നിൽക്കുവായിരുന്നു കേട്ടാ. നീ എന്തിനു ക്ഷേത്രത്തിൽ പോയെന്തിന്? ഞാൻ മറ്റേ എന്നെ നോക്കിയില്ല അപ്പൊ കൊണ്ടാ അവര് വീട്ടിൽ പോകും. അത് കെട്ടിക്കൊട്ടി കൊടുക്കും. ഏത് വീട്ടിൽ പോവും? അത് കൊറേ വീടുണ്ട് നോക്കാൻ പാട്ടിന്റെ ആൾക്കാർ, കൊറേ ആൾക്കാർ അവിടെ എന്തൊരു പണിയാണ് കേട്ടാ. അമ്മേരെ നട പറഞ്ഞിരിക്കുക തന്നെ എന്തൊരു പണിയാണ് സൗണ്ടേം പോലെ. തണ്ണിപ്പറമ്പ് ക്ഷേത്രത്തിനകത്തൊരു അമ്മ പറന്നു പോവായിരുന്നു. ഞാൻ അപ്പൊ അമ്മയെ വിളിച്ചു, അമ്മ അമ്മ എന്നെ ഇവിടെ ഉത്സവമൊന്നുമല്ല, ഞാൻ മാമിയെ കൊണ്ടാക്കാൻ പോയത്. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന അവർക്ക് വല്ല പറ്റുമായിരുന്ന. ഞാൻ നോക്കിയപ്പോ അമ്മ ഇങ്ങനെ ചീറിപ്പാനി. ഞാൻ അവിടെ കിടന്ന് അമ്മ അമ്മ ഉമാദേവി വിളിക്ക. ഞാൻ അമ്മ ഉമാദേവിനെ വിളിച്ച അമ്മ ഇങ്ങനെ വിളിച്ചു. എവര് വിളിച്ചാലും ഒന്നും നടക്കയില്ല. ഇവര് ചോറിനെന്തിനി അവര് പയ്യാന്ന് പറഞ്ഞിങ്ങോട്ട് അവർക്ക് ഒരു ഓട്ടം ഓട്ടാ. അമ്മ എന്റെ കയ്യിലും കൂടെ കെട്ടിത്താ. ആരെ പിറകെ ഓടിയത്? അവരെ കൂടെ പോയിച്ചു പയ്യത് തന്നെ. ആ വിഷുവായിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ കൈ ഇവര് പോയെന്തിനി എനിക്ക് ഇവിടെ ഇരുന്നു ഇവിടെ. അമ്മാമ്മ പൊത്തോനെ വീണ് കാല് മുഞ്ഞു ചോര വന്നു. കാല് പൊട്ടി ബോംബ് അഞ്ഞ അവള് ജീവിക്കേ. കൈ എണ്ണ കൊണ്ടൊന്ന് ചമര് തേക്കല്ലേ. എന്റെ അമ്മ ഇട്ടിരിക്കണ കാത്തുവാ. ആര് പറഞ്ഞു പൂപ്പി? അവരെ കൂടെ പയ്യന്തിന് എവരിക്കും ഇവിടെ ഇരുന്നു ഇവിടെയായിരുന്നു. കാറ്റ് കൊണ്ട് ഇവിടെ ഇരുന്നു ഇവിടെയായിരുന്നു. അവരെ പിറക്കെ ഇറങ്ങി എഴുന്നള്ളിച്ചു.
അപ്പൊ അതിനെ വീട്ടിരുന്ന ഇവിടെ ഗേറ്റിന്റെ അവിടെ അതോ റോട്ടില്ല ഇവിടെ ഒന്നും എത്തിയില്ല. ഈ ആ ചാപ്പിന്റെ ഇവിടെ ഒന്നും എത്തിയില്ല. ഇവിടെ നീ നടയുന്ന വേറെ എവിടെയെങ്കിലും മുറിഞ്ഞോ എവിടാ അമ്മ വേറെ എവിടെയെങ്കിലും മുറിഞ്ഞാന്നാണ് കൊച്ചു ചോദിക്കണ. കിട്ടുന്നു വച്ച് വെക്കുമ്പോ അമ്മ എന്റെ വച്ച് വെക്കുമ്പോ അല്ലാതെ അവര് പ്രായമായിട്ട് അവർക്കൊക്കെ ചെറിയത് മതി. നമ്മളെ പോലെയല്ല, നമ്മൾ ആരോഗ്യമുള്ള ശരീരമായോണ്ട് നീ ഒന്ന് കച്ചില്ലേ നീ ഞാൻ ഒന്നും തിന്നില്ല. നീ തിന്നിട്ട് എനിക്ക് ആരിയിരിക്കുന്ന വിളമ്പി തരാൻ. അവിടെ കൈകാലൂല്ലേ എനക്ക് കൊരിയിട്ട് കൂടെ വിളമ്പി. എനിക്ക് ആരെങ്കിലും വിളമ്പി തരണ്ടേ? എനിക്ക് കൊതിയും വികാരവും വിചാരവും. നിനക്ക് വിചാരം കൈ ഉണ്ടെങ്കിൽ നീ വിളമ്പിക്കുന്നു. ഞാൻ എന്റെ വീട്ടിൽ വെളിക്കായിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ പറ്റില്ല. അച്ഛാമ്മനെ ചീത്ത അമ്മ ചുമ്മാ എനിക്ക് ആരുമില്ല വിളമ്പി തരാൻ. അമ്മ അമ്മക്ക് വിശപ്പില്ല ആഹാരം കോരിത്തരാൻ എനിക്ക് ആരുമില്ല. ഒരു വ്യാപിക്കണമെങ്കിൽ വ്യാപിച്ച് അവിടെ കയറി കാല് വയ്യാന്നും പറഞ്ഞ് കിടന്നിട്ട് ഇത്ര നേരമായിട്ട് ഒരു നേരത്തെ ആഹാരം എനിക്ക് ആരും കോരി തന്നിട്ടല്ല. അവിടെ ആരെങ്കിലും ഉണ്ടാ? ഇവിടെ ദാ ഇത്രയും പേരില്ലേ നിങ്ങളെ മോൻ? ഞാൻ മോനെ പറഞ്ഞിട്ട് വല്ലവരല്ലോ മോനെ ഒരു കേൾക്കാം. ഭാഗം ഞാൻ തിന്നില്ല നേരം വെളുത്ത്. ഞാൻ വന്ന് വരി തരുന്നില്ല, ഞാൻ വരെയൊന്നുമില്ല. അല്ലെങ്കിൽ നീ വല്ലതും തിന്നാന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാ? ഞാൻ ചോദിച്ചു ഓ ഞാൻ ചോദിച്ചു. ഫ്രൂട്ട് സാലഡ് തിന്നാ? ഞാൻ ചോദിച്ചില്ല. കുറ്റബോധം. കുറ്റബോധത്തിന്റെ അവസാന ഘട്ടം. പോണ ഫ്രൂട്ട് സാലഡ് തിന്നാ? ഫ്രൂട്ട് സാലഡ് തിന്നാ? നീ തിന്നാ? നിങ്ങൾക്ക് തിന്നാ? ഞാൻ തിന്ന്. കൊള്ളായിരുന്നാ? ബാക്കി വല്ലതും ഉണ്ടോ നീ നല്ല രുചി ഉണ്ടായിരുന്നാ? നീ തിന്നാ? ഇല്ല ഞാൻ നീ തിന്നാത്തത്? എനിക്ക് കിട്ടിയില്ല, തികഞ്ഞില്ല. നിങ്ങൾക്ക് ആ കൊച്ചിനും നിങ്ങളെ മോനും ആ ഇളയ കൊച്ചിനും കൂടെ ഒക്കെ പങ്കുവെച്ച് വന്നപ്പോ എനിക്കൊന്നുമില്ല. കുറച്ചെങ്കിലും ഉണ്ടായി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തിന്നപ്പോ ഒരു വാക്ക് ചോദിച്ചാ ആ പെണ്ണ് തിന്നിട്ട് തന്നെ എനിക്ക് തന്നേന്ന് ചോദിച്ചായിരുന്നു. കിട്ടിയ ഉടനെ എടുത്ത് കുതം 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 വന്നങ്ങ് കമത്തിയല്ല. പോണേ നൈറ്റി കൊണ്ടുവന്ന് അതുകൊണ്ട് പറ നമ്മള് ഫ്രൂട്ട് സാലഡ് വെച്ച് തിന്നെന്ന് പറ. നൈറ്റി കൊണ്ടുവന്നതിന് വറുത്ത് അത് പറയാം ആദ്യം അത് പറ. ഫ്രൂട്ട് സാലഡ് തിന്നെന്ന് പറ. ഊത്തലൊക്കെ തിന്ന്. ഇന്നിപ്പം പോണം കോവല് പോണം നോക്കുന്നു. ഏത് കോവിൽ? കിച്ചൻ കോഴി എന്തിന്? വൈകുന്നേരം പോണം നോക്കുന്നു. അയ്യോ അതൊക്കെ ഓർമ്മയുണ്ടാ? നീ പറഞ്ഞതാ. ഞാൻ അങ്ങനെ പലതും പറയും. അതിൽ പിടിച്ചോണ്ടിരിക്കുകയാണ് കിച്ചൻ കോവില് വൈകുന്നേരം പോകാൻ വേണ്ടിട്ട്. നീ പോണാ? ഞാൻ പോണം. എവിടെ നേരം എവിടെ ഒരു ലോഡ് തുണി കിടക്കണ കഴിവാൻ വിളക്കെത്തിക്കാൻ കിടക്കണ ജോലി. പറഞ്ഞിട്ട് ഒരു മാസമായി. എനിക്ക് ജോലിയുണ്ട്. അപ്പൊ നമ്മളെ വിഷു അടിപൊളിയായിട്ട് ആഘോഷിച്ച് എന്ന് പറ. നാളെ എന്തായാലും തന്നെ അങ്ങോട്ട് പറഞ്ഞ നമ്മളാ വിഷു അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് പറ. വിഷു നമ്മള് ആഘോഷിച്ച് നന്നായിട്ട് ആഘോഷിച്ചെന്ന് പറ. നന്നാത്തെ ആഘോഷിച്ച്. സദ്യ എന്ന് പറ. സദ്യ ഉണ്ട്. എവിടാ 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 സദ്യ ഉണ്ടാ? എവിടെ എവിടാ? രാത്രി പടക്കം പൊട്ടിക്കണ്ടേ? നീ പിന്നെ അവര് ഉരുണ്ടടിച്ച് വീണ് അങ്ങനെ അത് വീണെന്ന് പറ. അവരുണ്ടടിച്ച് വീണ് എല്ലാം സന്തോഷായിരുന്നു. അത് മാത്രമേ വിഷമമായി. അപ്പൊ ഇനി അടുത്ത വിഷുവിന് കാണാന്ന് പറ. അടുത്ത വിഷുവിന് കാണാം. അല്ല ഈ വിഷയം കാണൂലേ? കഴിഞ്ഞു.